ഹായ് ഓൾ, വെൽക്കം ടു മീ ദ റൈറ്റ് ഗൈഡൻസ്. അപ്പോൾ നമ്മുടെ ഫിഷറീസ് ഓഫീസർ എക്സാമിൻ്റെ ഒഫീഷ്യൽ സിലബസ് നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇത് എന്ന് പറയുന്നത് നമ്മുടെ കാറ്റഗറി നമ്പർ 416/2025 ഒക്ടോബറിലായിരുന്നു ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. ഡിസംബറിലോടുകൂടി എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഡിസംബറിലായിരുന്നു. അപ്പോൾ ഇതിന് ആപ്റ്റായ കാൻഡിഡേറ്റ്സ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്കൊക്കെ ഒന്ന് പോകാം. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ഫിഷറീസ് വകുപ്പിൻ്റെ അണ്ടറിലാണ് ഈ ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണത്? ഫിഷറീസ് ഓഫീസർ എന്നതാണ് തസ്തികയുടെ പേര്. കാറ്റഗറി നമ്പർ 416/2025. ഇനി നമുക്ക് നോക്കിയാലോ. ഇതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് 35,600 മുതൽ 75,400 രൂപ വരെയാണ് ഇതിന്റെ ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ മുൻനിർത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ അല്ലേ. ഇപ്പൊ നിലവിൽ നമുക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എത്ര പേര് ഇതിന് അപേക്ഷിച്ചു, എന്നാണ് നമുക്ക് ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്ന ഇന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിപ്പോവാം. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടി ഓർത്ത് വെച്ചോ, 416/2025 ആണ്. നമുക്ക് ഇതിന്റെ പോസ്റ്റ് എന്താണ്? ഫിഷറീസ് ഓഫീസർ എന്നതാണ് ഈ പോസ്റ്റിന്റെ പേര് വരുന്നത്. ഇത് നമുക്ക് അതായത് നേരിട്ടുള്ള നിയമനം അഥവാ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഓക്കെ. ഇനി ഇതിന്റെ എക്സാം വരുന്നത് ജൂൺ 3-ാം തീയതിയാണ്. 2026 ജൂൺ 3-നാണ് ഇതിന്റെ എക്സാം വരുന്നത്. 100 മാർക്കിന്റെ OMR മാതൃകയിലുള്ള പരീക്ഷയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ്, ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് സൈറ്റിൽ അവൈലബിൾ ആവുന്നത് എന്നാണ്? മെയ് 20-ാം തീയതി. ഓർത്ത് വെക്കുക, 2026 മെയ് 20-ാം തീയതി നമുക്ക് നമ്മുടെ പ്രൊഫൈലിലൂടെ നമുക്ക് ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്നത് നോക്കിയാൽ അറിയാം എത്രയാണ്. 16,020 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുന്നത്. ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനിയുള്ള സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഇന്നിപ്പോൾ എന്താണ്, ഏപ്രിൽ 18-ാം തീയതിയാണ് അല്ലേ. ഇന്ന് AP യുടെ പരീക്ഷ നടക്കുന്ന ദിവസമാണ്. ഇനി നിങ്ങൾ മുന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഏപ്രിൽ ഒരു 12 ദിവസം കിട്ടും, മെയ്യിൽ ഒരു 31 ദിവസവും കിട്ടും അല്ലേ. 31ഉം 12ഉം എത്രയാണ്? 43 ദിവസമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ 2 ദിവസം, ജൂണിലെ 2 ദിവസം നിങ്ങൾ ഒഴിവാക്കുക, ബാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ മുന്നിലുള്ള ഈ ഒരു 40 ദിവസം നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും മികച്ചൊരു കരിയർ ഗ്രോത്തുള്ള ഈ ഒരു ജോബിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുപോലെ ഒരു ഗസറ്റഡ് റാങ്കിലേക്കും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പരീക്ഷയ്ക്ക് എന്താണ്, ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അതിൻ്റെ കാരണം എന്താണ്, ഇതിന് നിശ്ചിത യോഗ്യത നിർബന്ധമാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് അടുത്ത കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാൻ പറ്റും. എന്നിരുന്നാലും ഇതോ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. പിന്നെയോ 18-നും 36-നും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിൽ തന്നെ ഫിൽട്ടർ ഔട്ട് ചെയ്തു യോഗ്യതയിൽ. അപ്പോൾ ഒരു എന്താണ്, പർട്ടിക്കുലർ പേഴ്സൺസിന് മാത്രം എഴുതാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മികച്ചൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു പരീക്ഷയിലൂടെ ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യോഗ്യത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത. അത് ഫിഷറീസ് സയൻസ്, BFSC നോട്ടിക്കൽ സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, aquatic biology and fisheries, aquaculture and fishery microbiology, capture and culture fisheries, aquaculture and fishery biology, applied fisheries and aquaculture, fish processing technology and aquaculture engineering, zoology എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വിഷയത്തിൽ അംഗീകൃത സർവകലാശാലയിൽ നേടിയ ഒരു ബിരുദം, അല്ലെങ്കിലോ ഫിഷറീസ് സയൻസ്, ഇൻഡസ്ട്രിയൽ ഫിഷറീസ്, മാരികൾച്ചർ, മറൈൻ ബയോളജി, കോസ്റ്റൽ അക്വാകൾച്ചർ, aquatic biology and fisheries, aquaculture and fishery microbiology, capture and culture fisheries, aquaculture and fishery biology, applied fisheries and aquaculture, fish processing technology and aquaculture engineering, zoology എന്നിവയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദം. ഇതാണ് ഇതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് എന്താണ് സിലബസ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം എന്താണ്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഒരു പരീക്ഷ നടത്തുന്നത്. 100 മാർക്കിൻ്റെ OMR പരീക്ഷയാണ്. 1 മണിക്കൂർ 30 മിനിറ്റാണ് ഈ ഒരു പരീക്ഷയുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി നോക്കിയേ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ്.
ഇതിൻ്റെ വെയിറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മാർക്കാണ് വെയിറ്റേജ്. അതിൽ ഗ്ലോബൽ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് സിനാരിയോ ഓഫ് മറൈൻ ഫിഷറീസ് ആൻഡ് ഇൻലാൻഡ് ഫിഷറീസ്, cold water fisheries of India, GIS and remote sensing in fisheries, biological structure of fisheries resources in space and time, indicators of dynamics in a fishery resource, principles of stock assessment, population age structure, theory of life tables, statistical models of fish stock assessment, estimation of total fishing and natural mortality, the concept of MSY and MEY, biological symptoms of underfishing and overfishing, growth over fishing and recruitment overfishing, code of conduct for responsible fisheries, യൂമെട്രിക് ഫിഷിംഗ്, ഓപ്പൺ ആക്സസ് ഫിഷറീസ്, CPUE. ഇത്രയുമാണ് നമ്മുടെ ഫിഷറീസ് റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്നത്. ഇതിന് 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജി. ഇതിലോ ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഫിഷിംഗ് ക്രാഫ്റ്റ്സ് ഓഫ് ഇന്ത്യ, മെക്കനൈസേഷൻ ഓഫ് ഫിഷിംഗ് ക്രാഫ്റ്റ്, boat building and maintenance, stability of fishing vessel, marine engine system, deck layout, deck fitting and fishing equipments, rules and regulations for fishing vessel fabrication, operation and safety, vessel monitoring system. അതായത് ഫിഷിംഗ് ക്രാഫ്റ്റ് ടെക്നോളജിയിൽ നിന്ന് വെയിറ്റേജ് 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അടുത്തത് എന്താണ്? ഫിഷിംഗ് ഗിയർ ടെക്നോളജി. അതിലോ ഗിയേഴ്സ് യൂസ്ഡ് ഇൻ റിലേഷൻ ടു ഫിഷ് ആൻഡ് ഫിഷിംഗ് ഏരിയ, ഫിഷിംഗ് ഗിയർ മെറ്റീരിയൽസ്, yarn numbering system, mounting of webbing, accessories for fishing gear, hooks, maintenance of gears, preservation of netting and other accessories, selection of gear materials, parts of a trawl net, porcine, gill net and tuna long lines, modern commercial fishing methods, fish finds equipment. ഇതിൽ ഫിഷിംഗ് ഗിയർ ടെക്നോളജിയിൽ വെയിറ്റേജ് വരുന്നത് 5 മാർക്കാണ്. അടുത്തത് എന്താണ്? നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പ്. അതിൽ ഫയർ ഫൈറ്റിംഗ് ആൻഡ് ലൈഫ് സേവിംഗ് അപ്ലയൻസസ്, ഇലക്ട്രോണിക് നാവിഗേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എയ്ഡ്സ്, ഇന്റർനാഷണൽ ലോസ് ആൻഡ് അഗ്രിമെന്റ്സ് ഓഫ് ദ സീ. ഇതിൽ നാവിഗേഷൻ ആൻഡ് സീമാൻഷിപ്പിന്റെ വെയിറ്റേജ് വരുന്നത് 5 മാർക്കാണ്. ഇനിയോ ഫിഷ് പ്രിസർവേഷൻ. അതിൽ കോമ്പോസിഷൻ ആൻഡ് ന്യൂട്രീഷണൽ വാല്യൂ ഓഫ് ഫിഷ്, സ്പോയിലേജ് ഓഫ് ഫിഷ് ആൻഡ് ഫിഷറി പ്രോഡക്ട്സ്, ഫ്രീസിംഗ്, ഡ്രൈയിങ് ആൻഡ് ഡീഹൈഡ്രേഷൻ, marinated and fermented fish products, canning, freeze drying, irradiation, cryogenics, loss of thermodynamics, refrigeration cycle, heat load calculation, refrigerants, freezers, cold storages, freezing plant, solar dryers, ice manufacturing, defrosting, thawing, packaging materials for different products, transportation and storage of fresh fish and frozen fish. ഇതിൽ ഫിഷ് പ്രിസർവേഷനിൽ വെയിറ്റേജ് വരുന്നത് 10 മാർക്കാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് അല്ലേ? അസസ്മെന്റ്സ് ഓഫ് ക്വാളിറ്റി ഓഫ് സീ വുഡ് ബൈ ഇൻസ്ട്രുമെന്റൽ ആൻഡ് കെമിക്കൽ മെത്തേഡ്സ്, ഫിഷ് ഫുഡ്, ബോൺ ഹ്യൂമൻ പാത്തജൻസ്, കോൺസെപ്റ്റ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്, ഫിഷ് പ്ലാന്റ് സാനിറ്റേഷൻ ആൻഡ് പേഴ്സണൽ ഹൈജീൻ, സീ ഫുഡ് എക്സ്പോർട്ട് റെഗുലേഷൻസ്, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ്. ഇതിൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിന്റെ വെയിറ്റേജ് എത്രയാണ്? 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അടുത്തത് എന്താണ്? അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റ്, മറൈൻ, ഫ്രഷ് വാട്ടർ ആൻഡ് ബാക്കിഷ് വാട്ടർ എൻവയോൺമെന്റ്സ്, വാട്ടർ ക്വാളിറ്റി പാരാമീറ്റേഴ്സ്, ലിംനോളജി, വേവ്സ് ആൻഡ് ടൈഡ്സ്, വാട്ടർ മാസസ്, വിൻഡ്സ്, ക്ലൗഡ്സ്, ഓഷ്യൻ കറന്റ്സ്, മൈഗ്രേഷൻ ഓഫ് ഫിഷസ്, ബയോഡൈവേഴ്സിറ്റി ഇൻഡിസസ്, മാംഗ്രോവ്സ്, സീ ഗ്രാസസ്, aquatic flora and fauna of ecological significance, aquatic pollution and mitigation. അതിൽ അക്വാട്ടിക് എൻവയോൺമെന്റ് മാനേജ്മെന്റിന്റെ വെയിറ്റേജ് വരുന്നത് എത്രയാണ്? 5 മാർക്കാണ് വെയിറ്റേജ് വരുന്നത് അല്ലേ? അടുത്തത് എന്താണ്? ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് സെൽ ഫിഷസ്. ഇതിൽ ഗ്ലോബൽ, നാഷണൽ ആൻഡ് സ്റ്റേറ്റ് സിനാരിയോ, water as a medium of culture, different systems of aquaculture for the major candidate species, integrated fish farming, sewage fed fish culture, organic recycling and detritus food chain, recent trends and technologies in aquaculture, use of agro-industrial waste and biofertilizers in aquaculture, water and soil quality management, ecosystem management in aquaculture, climate smart aquaculture, breeding and hatchery management of potential finfish and shellfish,
live food organisms, nutritional requirements, engineering aspects of aquaculture, farm and hatcheries, fish feed and fish nutrition. അതിൽ ഫാമിംഗ് ഓഫ് ഫുഡ് ഫിഷസ് ആൻഡ് സെൽഫ് ഫിഷസിൻ്റെ എന്താണ് വെയിറ്റേജ് വരുന്നത്? 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അടുത്തത് എന്താണ്? ഓർണമെന്റൽ ഫിഷ് കൾച്ചർ, ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് എക്സോട്ടിക് ആൻഡ് ഇൻഡിജിനസ് ornamental fishes, fabrication, setting up and maintenance of fresh water and marine aquarium, world trade and export potential, trade regulations in relation to ornamental fishes, green certification, live feed. അതിൻ്റെ ഓർണമെന്റൽ ഫിഷ് കൾച്ചറിന്റെ വെയിറ്റേജ് വരുന്നത് 5 മാർക്കാണ്. ഇനി അടുത്തത് എന്താണ്? അക്വാറ്റിക് എനിമൽ ഹെൽത്ത് മാനേജ്മെന്റ്. വെയിറ്റേജ് എത്രയാണ്? 10 മാർക്ക്. അതിലെന്തൊക്കെ നോക്കണം? ഇൻവെസ്റ്റിഗേഷൻ, സിംറ്റംസ്, ഡയഗ്നോസിസ് ആൻഡ് തെറാപ്യൂട്ടിക് applications of diseases, fish pharmacology, fish toxicology, immune stimulants and remediation, probiotics, prebiotics, AMR, BMP, quarantine, emerging pathogens, non-infectious diseases. അടുത്തത് ഫിഷറീസ് സ്റ്റാറ്റിസ്റ്റിക്സ്. വെയിറ്റേജ് എത്രയാണ്? 10 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. പ്രോബബിലിറ്റി, റാൻഡം വേരിയബിൾ, കോൺസെപ്റ്റ്സ് ഓഫ് ബയോനോമിയൽ, poison and normal distributions and their use in fisheries, basic concept of sampling distribution, standard error and central limit theorem, tests of significance based on normal, t, chi, square and f distributions, relation between correlation and regression, length weight relation in fishes, applications of linear regression in fisheries, methodology for estimation of marine fish landing in India, estimation of inland fish production in India and problems encountered. ഇപ്പോൾ ഇത്രയും അതേപോലെ നമുക്ക് ഫിഷറീസ് എക്കണോമി ഉണ്ട്, ഫിഷറി എക്കണോമിക്സ്. അതിൻ്റെ വെയിറ്റേജ് വരുന്നത് 5 മാർക്കാണ്. ഇലാസ്റ്റിസിറ്റി ഇൻ ഫിഷറീസ്, managerial decision, farm production economics, production functions in fisheries, break-even analysis of fish production system, concept of externalities and social cost, factors of production, marginal cost and return, farm planning and budgeting, accounting, measurement and determinants of national income, contribution of fisheries to GNP and employment, balance of payments, economic growth and sustainable development, GATT and WTO in fisheries, NTBS and agreement on anti-dumping, fisheries trade and environment, impact of globalization in fisheries, patenting process, agreement on TRIPS, biopiracy, GMOs in fisheries. ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത് എത്രയാണ്? 5 മാർക്കാണ്. അടുത്തത് ഫിഷറീസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലെജിസ്ലേഷൻ. ഇതിൽ വെയിറ്റേജ് എന്താണ്? 5 മാർക്ക് തന്നെയാണ്. ഫിഷറീസ് ആൻഡ് aquaculture legislation at central and state level, development and regulatory activities of central, state and local government in aquaculture and fisheries, functions and powers of functionaries under fisheries administration, different central and state level of fisheries institution, principles of organization and management of public enterprise, fisheries development over 5-year plans, international fisheries organization, schemes and incentives for promotion of entrepreneurship, fisheries sector, government policy on small and medium enterprises, SMEs, SSIs, export and import policies relevant to fisheries sector, fisheries plans and programs by government. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 14 ടോപ്പിക്സ് ആണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു, അതായത് നമ്മുടെ ഇപ്പോൾ പറയുന്ന ഈ ഒരു ഫിഷറീസ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, പ്രൊബേഷൻ, അതായത് ഈ തസ്തികയിലേക്ക് നിയമിതനാകുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഈ ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ 3 വർഷത്തിനുള്ളിൽ 2 വർഷം എന്തായിരിക്കും? പ്രൊബേഷൻ പീരീഡിലായിരിക്കും. ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ എന്താണ് അടുത്തത്? ഈ തസ്തികയിൽ നിയമിതനാകുന്ന ഓരോ വ്യക്തിയും അക്കൗണ്ട് ടെസ്റ്റ്, ലോവർ അല്ലെങ്കിൽ ഹയർ, നേരത്തെ പാസ്സായിട്ടില്ലെങ്കിൽ അവരുടെ പ്രൊബേഷൻ കാലയളവിൽ എന്ത് ചെയ്യണം? അക്കൗണ്ട് ടെസ്റ്റ് വിജയിച്ചിരിക്കണം. അതുപോലെ ഫിഷറീസ് ഡയറക്ടർ നടത്തുന്ന സ്റ്റാഫ് ട്രെയിനിങ് കോഴ്സും എന്തായിരിക്കണം? വിജയിച്ചിരിക്കണം. ആ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെയോ, ഉദ്യോഗാർത്ഥി അപേക്ഷയിൽ അവകാശപ്പെട്ട
ജാതി, സമുദായം SSLC ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ എന്ത് ചെയ്യണം? നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അതുപോലെ ജാതി സർട്ടിഫിക്കറ്റിനോടൊപ്പം ജാതി വ്യത്യാസം സംബന്ധിച്ച ഗസറ്റഡ് വിജ്ഞാപനം കൂടി പ്രമാണ പരിശോധന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഒഴിവാക്കുന്നത്? ഒന്ന്, വിദ്യാഭ്യാസം, പരിചയം തുടങ്ങി യോഗ്യത സംബന്ധിച്ച് തെറ്റായ അവകാശവാദം ഉന്നയിച്ച് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കെതിരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റൂൾസ് ഓഫ് പ്രൊസീജിയർ റൂൾ 22 പ്രകാരം ഏതൊരു ജോലിക്ക് അവർ അപേക്ഷിക്കുന്നുവോ അതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് അയോഗ്യരാക്കുകയോ അല്ലെങ്കിലോ സ്ഥിരമായ ഒരു നിശ്ചിത കാലത്തേക്കോ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അപേക്ഷകൾ അയക്കുന്നതിൽ നിന്ന് നിരോധിക്കുകയോ അവർ പങ്കെടുക്കുന്ന പ്രായോഗിക പരീക്ഷയിൽ നിർമ്മിക്കുന്ന സാധനങ്ങളോ എഴുത്തു പരീക്ഷയിലെ ഉത്തരക്കടലാസുകളോ അസാധുവാക്കുകയോ അവരുടെ നിയമ നടപടികൾ എടുക്കുകയോ അവർ ഏതെങ്കിലും ജോലി നിയമിക്കപ്പെട്ട് കഴിഞ്ഞുവെങ്കിൽ ആ ജോലിയിൽ നിന്ന് അവരെ നീക്കം ചെയ്യുകയോ ഡിസ്മിസ് ചെയ്യുകയോ അനുയോജ്യമായ മറ്റ് അച്ചടക്ക നടപടികൾ നിയമന നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുകയോ മേൽപ്പറഞ്ഞവയിൽ ഒന്നോ അതിലധികമോ നടപടികൾ അവർക്കെതിരെ കൈക്കൊള്ളുകയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിദ്യാഭ്യാസം അതുപോലെ പ്രവൃത്തി പരിചയം ഇതിലൊന്നും ഒരു ഒന്നും ആഡ് ചെയ്യരുത് കേട്ടോ. ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. ആ ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് കള്ളത്തരമൊന്നും കാണിക്കരുത്. പിന്നെയോ നമുക്കറിയാം അല്ലേ, ഇതൊരു നല്ലൊരു മികച്ച കരിയർ ഗ്രോത്ത് തരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഫിഷറീസ് വകുപ്പ്. കാരണം എന്താണ്, ബ്ലൂ എക്കണോമിക്ക് നമ്മുടെ അതുപോലെ ബ്ലൂ എക്കോണമിക്കൊക്കെ നമ്മുടെ ഗവൺമെൻറ് നല്ല രീതിയിലുള്ള പരിഗണന കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരുപാട് വേക്കൻസീസ് അതുപോലെ ഒഴിവുകളും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കരിയർ ഗ്രോത്തും ഉണ്ടാവുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതുപോലെ എന്താണ്, നമ്മുടെ ഭക്ഷ്യസുരക്ഷയുടെയും അതുപോലെ സാമ്പത്തിക വളർച്ചയുടെയും കാര്യത്തിൽ ഫിഷറീസ് സെക്ടറിൽ നിന്ന് വളരെയധികം മുൻപന്തിയിലാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് ആപ്റ്റായ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതി വിജയിക്കണം. അപ്പോൾ അതിന് നന്നായിട്ട് തന്നെ ഇപ്പോൾ പഠിക്കുക. കാരണം നിങ്ങളുടെ മുന്നിൽ ഒരു 40 ദിവസമുണ്ട്. ആ 40 ദിവസം നല്ല രീതിയിൽ, കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും, അതൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടു. കാരണം എന്താണ്, ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിച്ച ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റൂ അല്ലേ. അതൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുക. എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്കും ഈ ഒരു ജോബ് നേടാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയില്ലേ, 16,020 പേരാണ് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് എക്സാം വരുന്നത് ജൂൺ 3-നാണ്. അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഇനിയും കുറച്ചുകൂടി ഇതിനൊരു കുറച്ചുകൂടി സമയം കൊടുത്ത് പഠിക്കണമെങ്കിൽ ആ ഒരു സമയം കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം എന്താണ്, ഇത് വളരെയധികം നിങ്ങൾക്ക് ഒരു കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. അതുപോലെ ഗസറ്റഡ് റാങ്കിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ പഠിച്ച വിഷയത്തിലൊരു ഗസറ്റഡ് റാങ്കിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്യധികം സന്തോഷം തരുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു ഗസറ്റഡ് ഓഫീസറാണ്, ഞാനൊരു ഗസറ്റഡ് ഓഫീസർ ആവും എന്ന് വാശിയോടുകൂടി അത് സ്വപ്നം കണ്ടുകൊണ്ട് വാശിയോടുകൂടി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഉറപ്പായിട്ട്, ഈ ഒരു പരീക്ഷ ക്രാക്ക് ചെയ്ത് ഈ ഒരു ജോബ് നേടാൻ സാധിക്കും. അപ്പോൾ ഇതിന് മിൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. അപ്പം മികച്ച പഠനം മിൻറ്റിനോടൊപ്പം. കൂടാതെ നമ്മുടെ LDCയുടെ ലോങ് ടേം ബാച്ച്, നമ്മുടെ 2027 വരാൻ പോകുന്ന നമ്മുടെ LDCയുടെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളെ പ്രാപ്തരാക്കുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നമ്മൾ മിൻറ്റിൽ കൊടുത്തു പോകുന്നത്. അപ്പോൾ ഇതിന് ലൈവ് സെഷൻസ് ഉണ്ട്. അതുപോലെ മെൻറ്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ PDF നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് LDC പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുക. അതിന് മിൻറ്റ് ഒരു സപ്പോർട്ടിംഗ് ഗൈഡായിട്ട് കൂടെയുണ്ട്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.